കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. 2024 ജൂൺ 3 കുട്ടികൾ അക്ഷരമുറ്റത്തേക്ക്. നാടും നഗരവും പ്രവേശനോത്സവത്തിൽ. ഈ പ്രവേശനോത്സവത്തെ വരവേൽക്കാൻ തൊടുപുഴ PWD എഞ്ചിനീയറിൻ്റെ കീഴിൽ തൊടുപുഴ കുമരമംഗലം റൂട്ടിൽ പാറയ്ക്ക് സമീപം പെരുമ്പളിച്ചിറ ജംഗ്ഷനിൽ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാന റോഡ്. പുനലൂർ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് മേഖല മൂന്നാർ ഭാഗത്തേക്കുള്ള ഏക റോഡ്. ടൂറിസ്റ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ അനധികൃത സമയത്തും ഓടുന്ന ടിപ്പറുകൾ, ട്രോൾസുകൾ, ഏത് സമയത്തും മനുഷ്യൻ്റെ ജീവൻ അകപ്പെടുത്താവുന്ന രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്ത റോഡിൻ്റെ മെയിൻ്റനൻസ് പണികൾ. ജലജീവൻ പദ്ധതിക്ക് 2 വർഷമായി തീർത്തിരിക്കുന്ന കുഴികൾ വരെ മൂടാത്ത പരാതികൾ കൊടുത്തു മടുത്തപ്പോൾ നാട്ടുകാർ ദൗത്യം നിറവേറ്റി. CPIM കുമാരമംഗലം ഭാരവാഹിത്വം. കേരള സർക്കാരിൻ്റെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഈ കരാർ തൊഴിലാളികൾ റോഡ് മുറിക്കുകയും പൈപ്പ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ഈ കരാർ തൊഴിലാളികൾ ശാസ്ത്രീയമായിട്ടല്ല ഈ പണികളെല്ലാം ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഇതുപോലെ പൈപ്പ് ഒലിക്കുകയും റോഡുകളിൽ വെള്ളം വരികയും അതിനു ശേഷം റോഡിൻ്റെ ടാറിംഗ് എല്ലാം തകരാറാവുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇത് നല്ലൊരു ഉദ്ദേശത്തോടുകൂടി സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഈ കരാർ തൊഴിലാളികളും അതുപോലെ പുറമേ നിന്ന് വന്ന തൊഴിലാളികളും കൂടിയിട്ട് കോൺട്രാക്ടർമാരെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നൊരു സമീപനമാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം ഇവിടുത്തെ ഈ കുഴി വന്നത് പലരും ഇവിടെ വീഴുകയും കാലുമുറിയുകയും കൈമുറിയുകയും തലമുറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പല പ്രാവശ്യം ഇവർ വന്നിട്ട് ഇത് കുഴി നികത്തുകയുണ്ടായി. നികത്തിയെങ്കിൽ പോലും അത് കൃത്യമായിട്ടുള്ളൊരു 6 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ കനത്തിൽ പോലും ചെയ്യാതെ അതിൻ്റെ മേളിൽ മാത്രം ഒരു സിമെൻറ്റ് ഇട്ട് പൂശിയിട്ട് പോകുന്നൊരു സമീപനമാണ് ഉണ്ടായത്. ആ 2 പ്രാവശ്യം അശാസ്ത്രീയമായി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ആ കുഴി വലുതാക്കിയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവരും ചേർന്നുകൊണ്ട് ഇന്നിപ്പോൾ സ്കൂൾ വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ മഴയുടെ ഒരു തോർച്ച കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം നമ്മൾ തന്നെ സ്വരൂപിച്ച സിമെൻറ്റും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് ഞങ്ങളിത് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. റോഡിൻ്റെ ശോചനീയത പരിഹരിക്കാനുള്ള സർക്കാരിൻ്റെ ദൗത്യം പൊതുജനം ഏറ്റെടുത്തു. ഏതാവശ്യത്തിനും റോഡ് കുത്തിപ്പൊളിക്കണമെങ്കിൽ നിരവധി നിയമങ്ങളാണ് കടമ്പ കടക്കേണ്ടത്. എന്നാൽ ജലജീവൻ മിഷൻ്റെ പേര് പറഞ്ഞ് ഈ നിയമങ്ങളെല്ലാം കാറ്റിപ്പറിക്കൊണ്ടാണ് അതോറിറ്റിയുടെയും PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നാടകങ്ങൾ. ഈ റോഡ് ഇത്രയും കാണിച്ച് വലിയൊരു അപകടം ഒഴിവാക്കി ഈ നാട്ടിലെ ഇവരോട് നന്ദി പറയണം ആദ്യം തന്നെ. കാരണം ഒരു 3 മാസമായി ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഇത് ജലജീവൻ പദ്ധതിയുടെ റോഡ് നിർമ്മാണം. ഇത് കുഴികൾ താത്തിയാലും 24 മണിക്കൂറിനുള്ളിൽ അത് പാറമട മക്കിട്ട് പൂർവ്വസ്ഥിതി ആക്കണം. 2 ആഴ്ച അത് ഉറച്ചു കഴിയുമ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണേലും വാഹനം മറ്റു വഴിക്ക് വിട്ടിട്ടാണേലും ആ റോഡിൻ്റെ യഥാസ്ഥിതി വീണ്ടെടുക്കണമെന്ന് സർക്കാരിൻ്റെ കർശന നിർദ്ദേശമുള്ളതാണ്. ഇതിന് ഈ PWD എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി പൈസ കെട്ടിയിട്ടുണ്ട് ഓൾറെഡി. പുല്ല് വിലയാണ് മനുഷ്യൻ്റെ ജീവന് നൽകുന്നത്. ഇതിൻ്റെ പേരിൽ PWD എഞ്ചിനീയറുടെ പേരിൽ ഇവിടെ ഒരു മരണം നടന്നാലോ അല്ലെങ്കിൽ അപകടമുണ്ടായാലോ കേസെടുക്കണമെന്ന് നാട്ടുരാജ്യ ന്യൂസ് 3 ദിവസം ഈ റോഡിൻ്റെ ശോചനാവസ്ഥ ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് വാർത്ത ചെയ്തിരുന്നു. അതങ്ങനെ തന്നെയാണ്. ഇവിടെ പോലീസ് സ്റ്റേഷൻ സ്ഥലപരിധിയിലുള്ള SIയും കൂടെ ഇതിന് ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അത് ചെയ്യിപ്പിക്കാനുള്ള ഇത് അല്ലാതെ തന്നെ പ്രഥമ ദൃഷ്ടിയാൽ ഇത് ഈ അപകടം ഒഴിവാക്കാനുള്ള പവറും കൂടെ SIക്ക് ഉണ്ടെന്നും കൂടെ ഞാൻ ഓർമ്മിക്കുകയാണ് പോലീസ് നിയമപ്രകാരം. പക്ഷേ ഇതൊന്നും കണ്ടില്ലപ്പെട്ട് ഏത് സമയത്തും വലിയൊരു അപകടം വരാവുന്ന ഇതിപ്പോൾ നിരവധി ടൂറിസ്റ്റുകൾ പോകുന്ന വഴി വലിയൊരു ദേശീയപാതയുടെ സമാപനമാണ്. വീതി കുറവ്, വളവുകൾ. ഒരു 22 വർഷമായിട്ട് യാതൊരു പ്രവർത്തനങ്ങൾ ചെയ്യാതെ കിടക്കണ ശാപം കിട്ടിയ ഒരു റോഡാണ്. 18 കിലോമീറ്റർ ടൂറിസ്റ്റ് മേഖലയെ മൂന്നാറുമായി ബന്ധിപ്പിട്ടിരിക്കുന്ന ഈ റോഡെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വിട്ടിരുന്നു. എന്നാലും ഇവിടെ ഇന്നിട്ട് ഈ ചെയ്തിരിക്കുന്നത്
വളരെ ഒരു അപകടം ഒഴിവാക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ രീതിയാണ് ആണ്. അതുകൊണ്ട് വാർഡ് മെമ്പർ എല്ലാം ഉൾപ്പെടുകയാണ്. സർക്കാർ ചെയ്യുന്നതുണ്ട്, ആരെയും ഔദാര്യമൊന്നും വേണ്ട, സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. സർക്കാർ PWD ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്ന അവർ മനഃപൂർവ്വം ഇത് ഒഴിവാക്കിയേക്കനെയാണ്. അഴിമതിയാണ് ഇത്, ഇവരുടെ അഴിമതിയുടെ നേർക്കാഴ്ചയാണ് അവർ ഇതിവിടെ കാണിച്ചു വെച്ചത്. എന്നാലും ഇവിടെ നാട്ടുകാരെ അത് ശരിയാക്കി. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്കൂൾ ഇന്ന് തുറക്കുവാണ്, നാളെ തുറക്കുവാണ്, വായന പോകാനുള്ള ബുദ്ധിമുട്ട്. എന്നാലും ഭാവിയിൽ ഒരു അപകടം ഒഴിവാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് ക്യാമറ KK വിജയൻ.